നമസ്കാരം ബിഗ് ബോസ്. അപ്പോൾ ഇന്ന് അഖിൽ മാരാറിൻ്റെയും കൂട്ടരുടെയും ഒക്കെ വിസിറ്റിന് ശേഷം അഖിൽ മാരാറ് ബിഗ് ബോസ് കൊടുത്ത പണി, നൂറായ്ക്കും ടീമിനുള്ള പണി വിശദീകരിച്ച് പറയുന്നുണ്ട്. ആദ്യം ഒന്ന് കൺഫെഷൻ റൂമിൽ വെച്ച് വായിപ്പിച്ചു, പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് അത് വായിപ്പിച്ചത് ഇങ്ങനെയാണ്. നൂറ ഒരു ചെരുപ്പ് കമ്പനി നടത്തുന്നു. ആ നൂറയുടെ ചെരുപ്പ് കമ്പനിയിലെ നൂറയുടെ മാനേജറാണ് ജിഷിൻ. ജിഷിന്റെ കീഴിലാണ് ഈ ചെരുപ്പ് കമ്പനി ഓടുന്നത്. ജിഷിനാണ് നൂറയ്ക്ക് ഇതിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു കൊടുക്കേണ്ടത് ജിഷിനാണ്. അപ്പം അവിടുത്തെ യൂണിയൻ നേതാവാണ് അക്ബർ. അക്ബറാണ് ഈ കമ്പനിയിൽ ആരൊക്കെ ജോലി ചെയ്യണം, എത്ര ചെരുപ്പ് ഒരു ദിവസം ഉണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അക്ബറാണ്. അക്ബർ യൂണിയൻ നേതാവാണ്. അപ്പോൾ ഓർത്തോണം, ഇപ്പോഴത്തെ ഈ ടീമിലെ ഏറ്റവും നല്ല രണ്ട് റൗഡികളെയാണ്, അതായത് അടി ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള രണ്ട് പേരെയാണ്, ഏറ്റവും കൂടുതൽ ഒച്ച വെക്കുന്ന രണ്ട് പേരെയാണ് എതിർ ടീമായിട്ട്, അതായത് ജിഷിൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആള്, അക്ബർ എന്ന് പറയുന്ന യൂണിയൻ നേതാവ്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു യുദ്ധം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ രണ്ട് മെഷീൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, കട്ടിംഗ് മെഷീൻ. അതായത് ഓരോ ചെരുപ്പിന്റെ അളവെടുത്ത് കട്ട് ചെയ്യാനുള്ള മെഷീൻ രണ്ടെണ്ണമേ ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടത് ഷാനവാസ്, ഒനീല്, ആദില, അഭിലാഷ്, ബിന്നി, അതുപോലെ തന്നെ മസ്താനി, ഇത്രയും പേര്. അതും അടി ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പേരുണ്ട് അതിനകത്ത്. അപ്പൊ ഇവരെയൊക്കെയാണ് ജോലി ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളമുണ്ട്, ഗോൾഡ് കോയിന്, ബ്ലാക്ക് കോയിന്. അപ്പം നൂറയ്ക്ക് തീരുമാനിക്കാം അവരുടെ ജോലി നോക്കിയിട്ട് ആർക്കാണ് ബ്ലാക്ക് കോയിൻ കൊടുക്കേണ്ടത്, ആർക്കാണ് ഗോൾഡ് കോയിൻ കൊടുക്കേണ്ടത് നൂറയ്ക്ക് തീരുമാനിക്കാം. പക്ഷെ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ പറയുന്നത് ജിഷിനാണ്. ജിഷിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോയിനൊക്കെ കൊടുക്കുന്നത്. നൂറയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്കോ ഗോൾഡോ ഒക്കെ കൊടുക്കാം. അപ്പൊ ആദില ടീമിലുള്ളതുകൊണ്ട് ആതിരയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ കിട്ടുന്നതെന്ന് നമുക്ക് ആലോചിക്കാം. അതേപോലെ തന്നെ ആരെയാണോ ഇഷ്ടമില്ലാത്ത അവർക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ബ്ലാക്ക് കോയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആള് എവിക്ഷനിൽ വരും. അതാണ് ഇതിനകത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ പക്ഷെ ഇതൊന്നും വരുന്നതിന് മുമ്പേ അവർ ഭയങ്കരമായിട്ട് അവിടെ ഇരുന്ന് ഓരോരോ എങ്ങനെ ചെയ്യണം, എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ ആദില നൂറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബിന്നിയും അക്ബറും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ചർച്ച നടത്തുന്നു. അങ്ങനെ വളരെ വലിയൊരു ചർച്ചയ്ക്കുള്ള ഒരു തീ ഇട്ടിട്ട് കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ ബാക്കിയുള്ളവർ അനുമോക്കോ അനീഷിനോ ഒന്നും അവിടെ റോള് തൽക്കാലം പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് എന്തായിരിക്കും, ചിലപ്പോൾ മാറി മാറി ഈ നമ്മളെ ജോലി ചെയ്ക്കാരെ മാറി മാറി ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. ആദ്യത്തെ 7 പേര് പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു. അവർക്കും ഇതിനകത്തൊരു റോള് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം അവരുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ ഉച്ച കഴിഞ്ഞാണോ ടാസ്ക്, നാളെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനൊരു സംഭവമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് കിട്ടിയ പണി ഇന്നിതാണ്. അഖിൽ മാരാർ കൊടുത്ത പണി അവരെല്ലാം തിരിച്ചു പോവുകയും ചെയ്തു, സ്റ്റേ ചെയ്യുന്നില്ല.